പള്ളിക്കൽ ബസാർ ജുമാ മസ്ജിദിലെ സംഘർഷം പള്ളി പോലീസ് നിയന്ത്രണത്തിൽ. അക്രമികൾ അഴിഞ്ഞാടി അങ്ങാടിയിൽ യുദ്ധസമാന കാഴ്ച. പള്ളിക്ക് ശക്തമായ പോലീസ് കാവൽ. കുറേക്കാലമായി സമസ്ത AP EK വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിക്കൽ ബസാർ അങ്ങാടിയിലെ ജുമാ മസ്ജിദിൽ ബുധനാഴ്ച വൈകുന്നേരം 6:30 അരങ്ങേറിയ സംഘർഷം നിരവധി പേർക്ക് പരിക്കും പോലീസ് ലാത്തിചാർജിലും കലാശിച്ചു. പള്ളി പോലീസ് നിരീക്ഷണത്തിലും പള്ളിയിൽ പോലീസ് കാവലേർപ്പെടുത്തുകയും ചെയ്തു. പള്ളിയുടെ നടത്തിപ്പിനായി അവകാശ തർക്കം നിലനിൽക്കുകയും പലതവണ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവകാശ തർക്കം കോടതിയിലെത്തുകയും കോടതി നടപടികളിലൂടെ EK വിഭാഗത്തിന് പള്ളിയുടെ ഭരണം ലഭിക്കുകയും ചെയ്തിരുന്നു. പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയതുമാണ്. എന്നാൽ ബുധനാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് പള്ളിയിലെത്തിയവരെ ഒരു സംഘം അക്രമികളെത്തി നേരിട്ടതായും പള്ളിയിലെ പല വസ്തുക്കളും അടിച്ചു തകർത്തതായും പറയപ്പെടുന്നു. സംഘർഷം പള്ളിയിൽ നിന്നും പുറത്തേക്കെത്തി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങി. അങ്ങാടിയിലെ EK വിഭാഗം മദ്രസക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മത്സ്യ ഇറച്ചി കച്ചവട കേന്ദ്രവും തകർക്കപ്പെട്ടു. ഇതോടെ പള്ളിക്കൽ ബസാർ അങ്ങാടിയിൽ യുദ്ധഭീതിയായി. പോലീസ് എത്തി നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയും കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ലാത്തി വീശി ജനങ്ങളെ വിരട്ടിയോടിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ പരിക്കേറ്റ് 15ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിക്കപ്പെട്ടത്. പരിക്കേറ്റ K കോയട്ടി ഹാജി, K അബ്ദുൽ അലി, T അബ്ദുറഹ്മാൻ, PK കോയമോൻ, T അസീസ്, C മരക്കാർ, P റഫീഖ്, ഹസൻ എന്നിവരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. C ഹംസ, K ഉസ്മാൻ, T അബ്ബാസ്, T മുസ്തഫ, PK മുഹമ്മദ് അലി മാസ്റ്റർ, K റഷീദ്, മൊയ്തീൻകുട്ടി ആനപ്പറ്റ എന്നിവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.